ഓക്കെ, ഒരു ചോദ്യം. ഈ ഫെമിനിസം എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? ഒരു കൂട്ടം ആൾക്കാർ ഈ പ്ലക്കാർഡും പിടിച്ച് കിടക്കുന്ന ഒരു സീനാണോ, അതോ നമ്മുടെ പുരുഷന്മാരെയൊക്കെ തല്ലി തോൽപ്പിക്കാൻ വന്ന ഒരു റെബൽ ടീമാണോ? ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല, കാരണം ഈ വാക്കിനെ ചുറ്റിപ്പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ നാട്ടിൽ കടന്ന് കളിക്കുന്നുണ്ട്. ആ തെറ്റിദ്ധാരണകളൊക്കെ നമ്മുടെ നാട്ടിൽ ഫുൾ ടൈം അതിൻ്റെ ജോലി എടുക്കുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ ഫെമിനിസം എന്ന് പറയുന്നത് നിങ്ങളുടെ അമ്മയ്ക്കോ സഹോദരിമാർക്കോ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വേണ്ടിയോ, അതെ, എന്നെയും നിങ്ങളെയും പോലുള്ള പുരുഷന്മാരെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവർക്ക് എല്ലാവർക്കും വേണ്ടി തന്നെ തുല്യമായ ഒരു നീതിയുള്ള ലോകത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ആശയമാണ് ഫെമിനിസം. അല്ലാതെ ഇതാരെയും ആക്രമിക്കാനുള്ളൊരു വടിയൊന്നുമല്ല, മറിച്ച് നമ്മളെല്ലാവരും ഒരുമിച്ച് ജീവിക്കാൻ പഠിക്കേണ്ട ഒരു പാഠമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് എന്താണ് ഫെമിനിസം, എന്തല്ല ഫെമിനിസം, എന്തുകൊണ്ടാണ് ഇതിന് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത്രയധികം പ്രാധാന്യമുള്ളത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ ഹായ്, ഹലോ, നമസ്കാരം ആൻഡ് വെൽക്കം ചുമ്മാ സ്റ്റോറീസ്. ദിസ് ഇസ് ആഷിഖ് റഹ്മാൻ. ലെറ്റ്സ് ജംപ് ഇൻടു ദി വീഡിയോ. ഓക്കെ, ഇപ്പോൾ നിങ്ങളിനി ഇവനെന്ത് ലെക്ചറാണാവോ ഇനി എടുക്കാൻ പോകുന്നത് എന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ എന്തായാലും ഒരു വിക്കിപീഡിയ പേജ് വായിച്ച് തല്ലി മറിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം പറഞ്ഞാൽ, ഈ ഫെമിനിസം എന്ന് പറയുന്നത് ഒരു ട്രെൻഡോ അല്ലെങ്കിൽ ഈ പുരുഷന്മാർക്കെതിരെയുള്ള ഒരു ഗൂഢാലോചന ഗ്യാങ്ങോ ഒന്നുമല്ല. അപ്പോൾ പിന്നെ എന്താണ് യഥാർത്ഥ ഫെമിനിസം? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജസ്റ്റ് ഈക്വാലിറ്റി. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപക്ഷെ മറ്റെല്ലാ ലിംഗങ്ങൾക്കും ജോലി, അവകാശങ്ങൾ, അവസരങ്ങൾ, ബഹുമാനം എല്ലാം എല്ലാവർക്കും ഒരേപോലെ ലഭിക്കണം എന്ന് പറയുന്ന ഒരു വാദമാണ് ഫെമിനിസം. സിമ്പിളായി പറഞ്ഞാൽ, നമ്മുടെ സഹോദരിക്കൊരു എഞ്ചിനീയർ ആവണമെന്ന് സ്വപ്നം ഉണ്ടെങ്കിൽ അത് പെൺകുട്ടികൾക്ക് പറ്റിയ പണിയല്ല എന്ന് അവൾ കേൾക്കേണ്ടി വരരുത്. അതുപോലെ നീ ഒരു പുരുഷനല്ലേ, ഇങ്ങനെ കരയാൻ പാടുണ്ടോ എന്നൊന്നും പറഞ്ഞ് ആരും തലയിൽ കയറ്റി വെക്കരുത്. ഒന്ന് നോക്കി, ഈ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്ന ജന്തു എല്ലാവരെയും ഒരേപോലെ കടിച്ചിട്ടുണ്ട്. ശരി, ഈ ഫെമിനിസത്തിന്റെ ഹിസ്റ്ററി എന്താണ് നമുക്കൊന്ന് നോക്കിയാലോ. ഒരു 200 വർഷത്തെ കഥയുണ്ട്. പക്ഷെ പേടിക്കണ്ട, ഞാനതൊരു 2 മിനിറ്റിൽ വളരെ ചുരുക്കി പറയാം. സ്റ്റേജ് 1, ഒന്നാം തരംഗ ഫെമിനിസം. 1800കളിലും 1900കളിലും ഈ കാലത്തൊന്നും സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം പോലും ഉണ്ടായിരുന്നില്ല. ഒന്ന് നോക്ക്, നിന്റെ ശബ്ദം പ്രധാനമാണ് എന്ന് പറയുന്ന ഈ ലോകത്ത് സ്ത്രീകൾക്ക് ശബ്ദം പോലും ഉണ്ടായിരുന്നില്ലാത്തൊരു കാലം. അപ്പോൾ ഒരു കൂട്ടം ധീരരായ സ്ത്രീകൾ ഒപ്പം കുറച്ച് വിവരമുള്ള ആണുങ്ങളും അവരൊത്തുചേർന്ന് പറഞ്ഞു, ഇതിന് മതി. വോട്ടവകാശം, വിദ്യാഭ്യാസം, അടിസ്ഥാന അവകാശങ്ങൾ എന്നിവയ്ക്കായി അവർ പോരാടി. ഫലം, സ്ത്രീകൾ വോട്ട് ചെയ്യാൻ തുടങ്ങി. ഇനി സ്റ്റേജ് 2, രണ്ടാം തരംഗം. 1960-80കൾ. ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് ചൂടായി. ഇവിടെ സ്ത്രീകൾ ചോദിച്ചു, ഞങ്ങൾക്ക് എന്താ പുരുഷന്മാരെക്കാൾ കുറഞ്ഞ ശമ്പളം? എന്തിനാണ് ഞങ്ങളുടെ ശരീരത്തിന്റെ അവകാശങ്ങൾ മറ്റുള്ളവർ തീരുമാനിക്കുന്നത്? തൊഴിലിടങ്ങളിലെ തുല്യത, പ്രത്യുൽപാദന അവകാശങ്ങൾ, ഗാർഹിക പീഡനത്തിനെതിരായ നിയമങ്ങൾ, ഇതൊക്കെ വന്നത് ഈ കാലത്താണ്. അപ്പോഴേക്കും ചില ആൾക്കാർ പറഞ്ഞു തുടങ്ങി, ഓ, ഇവർക്ക് നീതി കൂടുതൽ, ഇനി എന്നാ വേണം. ഇനി സ്റ്റേജ് 3, ഇന്നത്തെ ഫെമിനിസം, 3ാം 4ാം തരംഗം. ഇന്ന് ഫെമിനിസം എല്ലാവരെയും ഉൾക്കൊള്ളുന്നു. സ്ത്രീകൾ, പുരുഷന്മാർ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, വിവിധ സംസ്കാരങ്ങൾ, ശമ്പള വ്യത്യാസം, വർക്ക് പ്ലേസ് ഹറാസ്മെന്റ്, ഓൺലൈൻ ട്രോളിംഗ് എല്ലാം ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ #MeToo, #EqualPay എന്നൊക്കെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പോരാട്ടം ഇപ്പോഴും അതിന്റെ ഫുൾ ഫോമിൽ തന്നെ ഉണ്ട്. അപ്പോൾ എന്താണ് ഫെമിനിസം എന്ന് ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയോ? ഇത് പുരുഷന്മാരെ താഴ്ത്താൻ വേണ്ടിയുള്ളതൊന്നുമല്ല, ഇത് എല്ലാവരെയും ഒരേ ലെവലിൽ എത്തിക്കുക എന്നതാണ്. അതായത് നമ്മളിപ്പോഴുള്ള പുരുഷന്മാരെ പലപ്പോഴും കേൾക്കാറുണ്ട്, നീ എന്താ ഒരു ആണല്ലേ, നിനക്കെന്താ ഒരു ഓവർ ടൈം ചെയ്താ? ഇവിടെയൊക്കെ ഫെമിനിസം നമ്മളെയും സപ്പോർട്ട് ചെയ്യാൻ വരുന്നുണ്ട്. ശരി, ഇതുവരെ പറഞ്ഞു വെച്ചിട്ട് ഫെമിനിസത്തെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നു? ഇപ്പോഴും നിങ്ങൾക്ക് ഫെമിനിസം എന്തോ കുഴപ്പമുള്ളൊരു സാധനമാണ് എന്ന് തോന്നുന്നുണ്ടോ? നമുക്ക് ഈ തെറ്റിദ്ധാരണകളൊക്കെ ഒന്ന് പൊളിച്ചടിക്കാലോ. റെഡി അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഫെമിനിസത്തെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ള നമ്മുടെ തെറ്റിദ്ധാരണകളെ കുറിച്ചൊന്ന് സംസാരിക്കാം. നമ്പർ 1, ഫെമിനിസം ഇസ് ഈക്വൽ ടു പുരുഷവിരുദ്ധത. ഇതൊരു ക്ലാസിക് ഹിറ്റായിട്ടുള്ള ഒരു മിത്താണ്. അതായത് ഫെമിനിസ്റ്റുകളെല്ലാം പുരുഷന്മാരെ വെറുക്കുന്നു, അവർക്ക് നമ്മൾ ആണുങ്ങളെ എല്ലാം ഇല്ലാതാക്കി കളയും. നമുക്ക് ഈ ബോളിവുഡ് ഡ്രാമ ഒന്ന് ഓഫ് ചെയ്താലോ. ഈ ഫെമിനിസം എന്ന് പറയുന്നത് പുരുഷന്മാരെ ഒരു വില്ലന്മാരാക്കാനുള്ള എന്തോ ഒരു സാധനമൊന്നും അല്ല, മറിച്ച് അതൊരു സിസ്റ്റത്തെ, അതായത് ലിംഗവിവേചനം എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട സിസ്റ്റത്തെ അതിനെ ചോദ്യം ചെയ്യാനുള്ള ഒന്നാണ്.
ഒരു ഉദാഹരണം പറയാം, നമ്മുടെ ഓഫീസിലുള്ള ഒരു സ്ത്രീക്ക് അവൾ എത്ര ടാലന്റഡ് ആയാലും ശരി, ഈ ഒരു പെണ്ണല്ലേ, നിനക്ക് ഇതിനൊക്കെ പറ്റൂ എന്ന് പറഞ്ഞ് അവളെ താഴ്ത്തി കിട്ടുന്ന സമയത്ത് ഫെമിനിസം അതിനെതിരെ ശബ്ദമുയർത്തുന്നു. അതിന് നമ്മളെയൊന്നും ആക്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പക്ഷെ ചില ഓവർ എന്തൂസിയാസ്റ്റ് ഇവിടെ ഒരു 1-2 തീവ്രമായിട്ടുള്ള ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മൊത്തം ഫെമിനിസത്തിന്റെ തലയിൽ കെട്ടിവെക്കുന്നതൊക്കെ നമ്മുടെ വീട്ടിലെ അമ്മ ഉണ്ടാക്കുന്ന ചക്കര ഉപ്പേരി മുഴുവൻ എരിവാണ് എന്ന് പറയുന്ന പോലെയാണ്. ഇനി രണ്ടാമത്തെ തെറ്റിദ്ധാരണ, ഫെമിനിസം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതായത് ഇത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ, നമ്മൾ ആണുങ്ങൾക്ക് ഇതിലെന്താ കാര്യം? ഫെമിനിസം എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. നമ്മളെ പോലുള്ള ആണുങ്ങൾക്കും കൂടി വേണ്ടി. നമ്മുടെ മാച്ചോമാൻ ഇമാജിന് ഒരു സ്ക്രാച്ചും അത് വരുത്താൻ പോകുന്നില്ല. അതായത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണ്, നീ എന്താ ഒരു ആണല്ലേ, ഇങ്ങനെ കരയാൻ പാടുണ്ടോ? അല്ലെങ്കിൽ ഒരാണായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യം വേണം, ഇതൊക്കെ ഒറ്റക്ക് ചെയ്യാനുള്ള ഒരു ആർജവം വേണം എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഈ ജെൻഡർ റോൾസ് ഒക്കെ നമ്മൾ ആണുങ്ങളെയും കെട്ടിയിടുന്നുണ്ട്. ഫെമിനിസം പറയുന്നത് എനിക്ക് കരയാൻ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കരയാം, അല്ലെങ്കിൽ എനിക്കിപ്പോൾ അടുക്കളയിൽ പോയി ചോറും കറിയും വെക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വെക്കാം. നിന്റെ ജീവിതം അത് നിന്റെ രീതിയിൽ ജീവിക്കണം. അപ്പോൾ നമ്മൾ ഫെമിനിസ്റ്റ് ആകുക എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തൊന്ന് ചില്ലാക്കും. എന്താ, ട്രൈ ചെയ്യുന്നോ? ഇനി മൂന്നാമത്തെ തെറ്റിദ്ധാരണ, ഫെമിനിസം ഇനി ആവശ്യമില്ല, ഇവിടെ എല്ലാം തുല്യമായി. ഞാൻ ഈ മിത്തിനൊരു ഓസ്കാർ അവാർഡ് അങ്ങ് കൊടുക്കും. ഓക്കെ, അപ്പോൾ എന്താണിത്? ഇപ്പോഴുള്ള സ്ത്രീകൾക്ക് എല്ലാം ഉണ്ടല്ലോ, അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവർക്ക് ജോലിക്ക് പോകാം, പിന്നെ എന്തിനാ ഈ ഡ്രാമ? ഓക്കെ, നമുക്ക് 2025 അവസ്ഥ ഒന്ന് നോക്കാം. നമ്മുടെ കേരളത്തിൽ തന്നെ സ്ത്രീകൾ വിദ്യാഭ്യാസത്തിൽ വളരെ മുന്നിലാണ്, പക്ഷേ ജോലിയിലോ ശമ്പള വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു യാഥാർത്ഥ്യമാണ്. അതേപോലെ നമ്മുടെ നാട്ടിലെ ഭാര്യമാര് ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ, തുണികളൊക്കെ അലക്കി വെച്ചിട്ടുണ്ടോ, വീടൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടോ എന്ന് സൂം ലെൻസ് ചെയ്ത് നോക്കുന്ന അമ്മാവന്മാരൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഗാർഹിക പീഡനം, വർക്ക് പ്ലേസ് ഹറാസ്മെന്റ്, ഓൺലൈൻ ട്രോളിങ്, ഇതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പം ഇവിടെ എല്ലാം തുല്യമല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് ഒരു സിനിമ കാണാൻ കയറി ക്ലൈമാക്സ് ആയി എന്ന് വിചാരിച്ച് ഇന്റർവെല്ലിൽ നിന്ന് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകുന്ന പോലെയാണ്. ശരി, അപ്പം നമ്മൾ ഈ തെറ്റിദ്ധാരണകളൊക്കെ ഒന്ന് പൊളിച്ചടുക്കി എന്ന് തോന്നുന്നുണ്ടോ? അതോ ഇപ്പോഴും മനസ്സിൽ ചില തെറ്റിദ്ധാരണകളൊക്കെ ഓടിക്കളിച്ച് നടക്കുന്നുണ്ടോ? എങ്കിൽ വാ, അതുകൂടി നോക്കാം. ശരി, ഫെമിനിസത്തെ കുറിച്ച് നമ്മൾ ചില തെറ്റിദ്ധാരണകളെ കുറിച്ച് നോക്കി. ഇനി മറ്റു ചില തെറ്റിദ്ധാരണകളും കൂടെ ഉണ്ട്, സ്ത്രീകൾക്കിടയിലുള്ള തെറ്റിദ്ധാരണകൾ. അതുകൂടി നമുക്ക് സംസാരിക്കണ്ടേ? ഒന്നാമത്തേത്, ഫെമിനിസ്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ പരമ്പരാഗത സ്ത്രീത്വം ഒഴിവാക്കണം. അതായത് ഫെമിനിസ്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ നീ നിന്റെ സാരി വലിച്ചെറിയണം, മേക്കപ്പ് ഒഴിവാക്കണം, പിന്നെ എപ്പോഴും കയ്യിലൊരു പ്ലഗ് കാർഡും പിടിച്ച് നടക്കണം. ഇതെന്താ വലിയ റിയാലിറ്റി ഷോ ടാസ്കോ? നമുക്ക് ഫെമിനിസം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തെ മാറ്റാൻ പറയുന്നൊന്നുമില്ല. നിങ്ങൾക്ക് സാരി ഇടാൻ ഇഷ്ടമാണോ? അടിപൊളി, ഇട്ടോ. നിങ്ങൾക്ക് വീട്ടിൽ ചോറും കറിയും ഉണ്ടാക്കി എല്ലാവരും സന്തോഷിപ്പിക്കാൻ തോന്നുന്നുണ്ടോ? കിഡു, അതും ചെയ്തോ. ഫെമിനിസം പറയുന്നത് നിന്റെ തിരഞ്ഞെടുപ്പുകൾ അത് നിന്റേതായിരിക്കണം, അല്ലാതെ അത് ആരും നിന്റെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നതായിരിക്കരുത്. അപ്പോൾ ഫെമിനിസം ഈസ് ഈക്വൽ ടു സാരി വേണ്ട. അതൊക്കെ ഒരു വാട്സാപ്പ് ഫോർവേഡ് യൂണിവേഴ്സ് മാത്രമാണ്. ഇനി സെക്കൻഡ് തിങ്, ഫെമിനിസം മറ്റുള്ളവരെ വിമർശിക്കാൻ അനുവദിക്കുന്നു. അതായത് നീ ഫെമിനിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിനക്ക് മറ്റുള്ളവരുടെ നിന്റെ ലൈഫ് സ്റ്റൈലൊന്നും അത്ര ശരിയല്ല എന്ന് പറഞ്ഞ് ജഡ്ജ് ചെയ്യാം. ദയവ് ചെയ്ത്, ഫെമിനിസം ഒരു ജഡ്ജ്മെന്റ് പാസിംഗ് ഗെയിം ഒന്നുമല്ല. നിന്റെ കൂട്ടുകാർ ഒരു ഹോം മേക്കർ ആവാൻ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ അവളൊരു കമ്പനിയുടെ CEO ആവണമെന്ന് ആഗ്രഹിച്ചാൽ, ഫെമിനിസം പറയുന്നത് അവരുടെ തിരഞ്ഞെടുപ്പിനെ ബഹുമാനിക്കൂ എന്നാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ മേക്കപ്പ് കൂടുതലാണെന്നോ നിന്റെ ഡ്രസ്സ് അത്ര മോഡേൺ അല്ല എന്നോ ഒക്കെ പറഞ്ഞ് ഫെമിനിസ്റ്റ് മുഖം മൂടിയും വെച്ച് വിമർശിക്കുന്ന ആൾക്കാർ, ഇവരൊക്കെ ഫെമിനിസത്തിന്റെ എഫ് എന്താണെന്ന് പോലും മനസ്സിലാക്കിയിട്ടില്ല. ഫെമിനിസം എന്ന് പറയുന്നത് എല്ലാവരെയും ഒരുമിപ്പിക്കാനുള്ളതാണ്, അല്ലാതെ ഒരു ഗോസിപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ളതല്ല. ഇനി മൂന്നാമത്തേത്, ഫെമിനിസ്റ്റ് ആകുന്നത് വലിയ വലിയ മാറ്റങ്ങൾക്ക് വേണ്ടിയാണ്. എന്ന് വെച്ചാൽ ഫെമിനിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നീ ഒരു മാർച്ചിന് നേതൃത്വം കൊടുക്കണം, ഒരു പാർലമെന്റിൽ പോയി സംസാരിക്കണം, അല്ലെങ്കിൽ എല്ലാം വിട്ടെറിഞ്ഞൊരു ആക്ടിവിസ്റ്റ് ആകണം. അല്ല, നിങ്ങളെന്താ പറയുക, സൂപ്പർ ഹീറോ യൂണിവേഴ്സിൽ പോയോ? നമുക്ക് ഫെമിനിസ്റ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നാണ്. നമ്മുടെ വീട്ടുജോലികൾ ഷെയർ ചെയ്യാൻ പറയുന്നത്, ഓഫീസിൽ സ്ത്രീകളെ അനാവശ്യമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അത് ശരിയല്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിന്റെ സിസ്റ്ററിന്റെ കസിന്റെ അവരുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോയെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നത്, ഇതൊക്കെയാണ് ഫെമിനിസം. അപ്പം ഞാനൊരു മാർച്ച് നടത്താൻ റെഡിയല്ല, അതുകൊണ്ട് ഞാനൊരു ഫെമിനിസ്റ്റ് അല്ല എന്നൊക്കെ വിചാരിക്കുന്നത് നമ്മുടെ വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ചമ്മന്തി ടേസ്റ്റ് ചെയ്യാൻ സ്പൂൺ കാണുന്നില്ല എന്ന് പറയുന്ന പോലെ. ശരി, ഇപ്പം നമ്മൾ ഈ ലേഡീസ് എഡിഷൻ മിത്ത് കൂടി ബസ്റ്റ് ചെയ്തു.
ഇനി എന്താ ഉള്ളത്? ഫെമിനിസവും പാരമ്പര്യവും. ഇവർ രണ്ടുപേരും ഒരു മലയാള സിനിമയിലെ ലവ് ഹേറ്റ് റിലേഷൻ പോലെയാണ്. ഒരു വശത്ത് നിന്റെ വേര് വിട്ടു പോകരുത് എന്ന് പറയുന്ന പാരമ്പര്യം, മറുവശത്ത് നിന്റെ ചിറകുകൾ വിടർത്തു എന്ന് പറയുന്ന ഫെമിനിസം. ഇവർ രണ്ടുപേരും തമ്മിൽ എങ്ങനെ ഒത്തുപോകും? ശരി, നമുക്ക് ഈ കോംപ്ലിക്കേറ്റഡ് റിലേഷൻ ഒന്ന് ഡീകോഡ് ചെയ്യാം. ഈ പാരമ്പര്യം ഫെമിനിസത്തിന് എതിരാണ്. ഒരു ക്ലാസിക് വാട്സ്ആപ്പ് ഫോർവേഡ് മിത്ത് ഉണ്ട്. ഫെമിനിസം എന്നാൽ പാരമ്പര്യം തല്ലിക്കൊല്ലണം, സാരി വലിച്ചെറിയണം, ഓണസദ്യ ബോയ്ക്കോട്ട് ചെയ്യണം. ഇതാരാണ് ഈ ഡ്രാമ ക്വീൻ സ്ക്രിപ്റ്റ് എഴുതിയത്? നമുക്ക് ഫെമിനിസം പാരമ്പര്യത്തിന്റെ എതിരാളിയൊന്നുമല്ല. പാരമ്പര്യം എന്ന് വെച്ചാൽ നമ്മുടെ കല, സംസ്കാരം, കുടുംബ ബന്ധങ്ങൾ, അമ്മയുടെ സ്പെഷ്യൽ പരിപ്പുവട, ഇതൊക്കെ നമ്മുടെ ഐഡന്റിറ്റിയുടെ ഒരു ഭാഗമാണ്. ഫെമിനിസം പറയുന്നത് ഈ പാരമ്പര്യത്തിന്റെ പേരും പറഞ്ഞ് ആരും നിന്റെ സ്വാതന്ത്ര്യത്തെ കെടുത്തി കളയുകയോ നിന്നെ താഴ്ത്തിക്കെട്ടുകയോ ചെയ്യരുത് എന്നാണ്. അതായത് നിങ്ങൾക്ക് ഓണത്തിന് സാരി എടുക്കാം, പക്ഷെ നീ ഒരു പെണ്ണല്ലേ, നീ അടുക്കളയിൽ കയറിയാൽ മതി എന്നാരും പറയരുത്. നമ്മുടെ നാട്ടില് പെൺകുട്ടികളിപ്പോൾ എന്തിനാ പഠിപ്പിക്കാൻ വിടുന്നത് എന്നൊക്കെ പറയുന്നതായിരുന്നു നമ്മുടെ നാട്ടിലെ പണ്ടത്തെ പാരമ്പര്യം. പക്ഷെ നമ്മുടെ പെൺകുട്ടികൾ അവരുടെ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ അതിനെതിരെ ചോദ്യം ചെയ്ത് സ്കൂളിൽ പോയി. അതും ഒരു തരത്തിൽ ഫെമിനിസം അല്ലേ? ഈ പാരമ്പര്യമൊക്കെ ഇപ്പോഴും നല്ലതാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. നോക്കി, നമ്മുടെ പാരമ്പര്യത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. കുടുംബ ബന്ധം, സ്നേഹബന്ധം, ഒത്തൊരുമ, തിരുവാതിര, ഓണസദ്യ, ആ പായസം. പക്ഷെ ചില ഔട്ട്ഡേറ്റഡ് സാധനങ്ങളും ഉണ്ട്. ഉദാഹരണത്തിന് പെൺകുട്ടികൾ എപ്പോഴും വീട്ടിൽ സർവീസ് ചെയ്യണം. കല്യാണം കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടികൾക്ക് എന്തിനാ ജോലി? അവരുടെ ഭർത്താക്കന്മാരില്ലേ? അല്ലെങ്കിൽ ഭർത്താവിന്റെ കാൽ കീഴിലാണ് ഭാര്യയുടെ സ്വർഗം, അടുക്കളയാണ് സ്ത്രീയുടെ കൊട്ടാരം എന്നൊക്കെ പറയുന്നതും ഇതേ പാരമ്പര്യത്തിന്റെ പേരും പറഞ്ഞിട്ടാണ്. ഫെമിനിസം ഇവിടെ ഇടപെടുന്നുണ്ട്. ഒരു ഫുൾ സ്റ്റോപ്പ് വെച്ച് പറയുന്നുണ്ട്. ഈ റൂൾസൊക്കെ ആർക്ക് വേണ്ടിയാണ്? ആരാണ് ഇതൊക്കെ എഴുതിയത്? ചില അങ്കിൾസ് സൂം മീറ്റിങ്ങിൽ ഇരുന്ന് എഴുതിയതല്ലേ? നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലൊരു നല്ല ഭാര്യയാകണമെന്ന് പറയുന്ന പാരമ്പര്യമൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഫെമിനിസം ചോദിക്കുന്നത് എന്തുകൊണ്ട് പുരുഷന്മാർക്ക് ഒരു നല്ല ഭർത്താവാകാൻ ഈ പാരമ്പര്യം പറയുന്നില്ല? അവൻ എന്തുകൊണ്ട് അടുക്കളയിൽ കയറി ഭാര്യയെ സഹായിക്കാൻ പാടില്ല? ഭർത്താവിന് ഭാര്യയെ സെർവ് ചെയ്താൽ എന്താ പ്രശ്നം? ഈ ഡബിൾ സ്റ്റാൻഡ് തിരുത്താനാണ് ഫെമിനിസം. ഇപ്പോൾ ഈ ലവ് ഹേറ്റ് റിലേഷൻ നമുക്ക് എങ്ങനെ ഒരു ഹാപ്പി എൻഡിങ് നോക്കാം? ഫെമിനിസവും പാരമ്പര്യവും നമുക്ക് എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം? അതിന് നമുക്കാദ്യം നമ്മുടെ പാരമ്പര്യത്തിന്റെ നല്ല ഭാഗങ്ങളായിട്ടുള്ള സ്നേഹം, ഒത്തൊരുമ, ഇതൊക്കെ എടുക്കാം. പക്ഷെ ആരെങ്കിലും താഴ്ത്തുന്ന അല്ലെങ്കിൽ നിന്റെ സ്ഥാനം ഇവിടെ മാത്രം എന്ന് പറയുന്ന ആ ഭാഗങ്ങളൊക്കെ നമുക്കൊരു ബൈ ബൈ കൊടുത്തങ്ങ് പറഞ്ഞുവിടാം. അതായത് നമ്മുടെ വീട്ടിൽ ഓണം ആഘോഷിക്കുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പൂക്കളം ഇടാം, ഓണസദ്യ ഉണ്ടാക്കാം. ഈ സ്ത്രീകൾ മാത്രം അടുക്കളയിൽ കയറേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ പാരമ്പര്യം പറയുന്ന ഈ പെൺകുട്ടികളൊക്കെ ഡോക്ടറിനും എഞ്ചിനീയറിനും പഠിക്കാൻ പോയിട്ട് എന്ത് കാര്യത്തിനാ എന്നൊക്കെ പറയുന്നവരോട് അവരുടെ ആഗ്രഹം ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആവാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ആ വാതിലങ്ങ് തുറന്നു കൊടുക്ക്. അപ്പൊ നമുക്ക് ഈ പാരമ്പര്യവും ഫെമിനിസവും ഒരു ജോഡിയാണ്, ഒരു നല്ല ജോഡി. നോക്ക്, ഫെമിനിസം എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യത്തെ ബഹുമാനിക്കുന്നു, അതിന്റെ നല്ല വശങ്ങളെ. പക്ഷെ അതിന്റെ പേരും പറഞ്ഞ് നിന്നെ കെട്ടിയിടാൻ അനുവദിക്കില്ല. ശരി, നമ്മളിപ്പോൾ ഫെമിനിസത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക? ആദ്യം ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരണം. ഒരു ക്ലാസിക് വാട്സ്ആപ്പ് ഫോർവേഡ് മിത്ത് ഉണ്ട്. അതായത് ഫെമിനിസ്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ മാർച്ച് ഓർഗനൈസ് ചെയ്യണം, പാർലമെന്റിൽ പോയി സംസാരിക്കണം, എന്നാൽ പിന്നെ ഒരു സൂപ്പർമാൻ കോസ്റ്റ്യൂമും കൂടി എടുത്തിട്ടു. ഫെമിനിസം എന്ന് പറയുന്നത് ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലാണ് തുടങ്ങുന്നത്. നമ്മുടെ വീട്ടിൽ നിന്നൊരു ചെറിയ തുടക്കം. വീട്ടിൽ പോയി അമ്മ ഇന്ന് ഞാൻ ചോറും കറിയും വെക്കാം, അല്ലെങ്കിൽ ഭാര്യയോട് പോയി ഇന്ന് നമുക്ക് ഒരുമിച്ച് തുണി അലക്കാം എന്നൊക്കെ ഒന്ന് പറയുമോ? പെൺകുട്ടികൾ മാത്രം അടുക്കളയിൽ കയറണമെന്നുള്ള ഔട്ട്ഡേറ്റഡ് റൂളൊക്കെ അതിനൊക്കെ ഒരു ബൈ ബൈ കൊടുത്ത് അങ്ങ് പറഞ്ഞു വിട്. നമ്മുടെ വീട്ടിൽ തുല്യത തുടങ്ങിയാൽ തന്നെ അത് നമ്മുടെ ആദ്യത്തെ ഫെമിനിസ്റ്റ് വിജയമാണ്. അടുത്തത് നിന്റെ ശബ്ദം ഉയർത്തുക എന്ന് വെച്ച് കയ്യിൽ എപ്പോഴും ഒരു മൈക്ക് പിടിച്ച് നാട്ടിലൂടെ ഓടി നടക്കുക എന്നല്ല. നിന്റെ ശബ്ദം തന്നെ ഒരു മൈക്കാവണം. നമ്മുടെ ഓഫീസിലൊക്കെ ഒരു സ്ത്രീയോട് നിന്റെ ഐഡിയ ഒക്കെ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവളെ താഴ്ത്തുന്നത് കണ്ടിട്ടില്ലേ? അവിടെ ചെന്ന് ഇതൊന്നും ശരിയല്ല, അവളുടെ ഐഡിയ ഒക്കെ എന്താ കുഴപ്പം എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജ് ഗ്രൂപ്പിൽ ഈ ഗെയിമൊന്നും പെൺകുട്ടികൾക്ക് പറ്റിയല്ല എന്ന് പറയുമ്പോൾ അവള് തന്നെ പബ്ജിയിൽ എടുത്തിട്ട് അലക്കും എന്നൊരു കൗണ്ടർ വെക്കുക. ചെറിയ ചെറിയ ശബ്ദങ്ങൾ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഞാനൊക്കെ എന്ത് പറയാന്, ഞാനൊരു ആക്ടിവിസ്റ്റ് ഒന്നും അല്ലല്ലോ എന്ന് തോന്നുന്നവരോട് ബ്രോ, ഒരു ട്വീറ്റ് പോലും ഫെമിനിസമാണ്. അതുപോലെ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം. അതായത് ഒരു ഫെമിനിസ്റ്റ് ആവുന്നത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ, അതായത് സ്ത്രീകളോടും പുരുഷന്മാരോടും അവരുടെ സ്വപ്നങ്ങളുടെ പിന്നാലെ പോകാൻ പ്രോത്സാഹിപ്പിക്കുക. അതായത് നിന്റെ സിസ്റ്റർ ഒരു എഞ്ചിനീയർ ആവാൻ സ്വപ്നം കാണുന്നുണ്ടോ? നീ നല്ലൊരു ബ്രെയിനുള്ളൊരു പെൺകുട്ടിയാണ്, നിന്നെ കൊണ്ട് കഴിയും. അതുപോലെ നിന്റെ ഒരു കൂട്ടുകാരൻ ഞാനൊരു ഡാൻസർ ആവാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ബ്രോ നിന്റെ മൂവ്സൊക്കെ വേറെ ലെവലാടാ എന്നൊക്കെ പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ നാട്ടിൽ ഈ പെൺകുട്ടികൾ ഇതിന് പറ്റില്ല, പുരുഷന്മാർ അതിന് പറ്റില്ല എന്നൊക്കെ പറയുന്ന സ്റ്റീരിയോ ടൈപ്പുകളൊക്കെ ഈ
ഇപ്പോഴും ഉണ്ട്. ഫെമിനിസം പറയുന്നത് നിന്റെ പാഷനെ ഫോളോ ചെയ്യും, ആരുടെയും ലെക്ചർ കേൾക്കാൻ നിൽക്കണ്ട. നിനക്കതിനുള്ള കഴിവൊന്നുമില്ല എന്ന് പറയുന്ന അമ്മായിമാർക്കൊക്കെ ഒരു നോ താങ്ക്സ് കൊടുത്തേക്ക്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം സ്വയം പഠിക്കുക. അതായത് ഒരു ലൈഫ് ലോങ് ലേണർ ആവണം. നമ്മൾ ഫോണിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഫെമിനിസ്റ്റ് പോസ്റ്റുകൾ കേൾക്കണം, ഒരു പോസ്റ്റ് വായിക്കണം, അല്ലെങ്കിൽ ബുക്സ് വായിക്കണം. ഈ ബെൽ ഹുക്സിന്റെ ഫെമിനിസം ഇസ് ഫോർ എവ്രിബഡി എന്ന ബുക്ക് ഒന്ന് വായിച്ചു നോക്ക്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ KR മീരയുടെ ലേഖനങ്ങൾ, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. അതേപോലെ നമ്മുടെ കോളേജ് ഗ്രൂപ്പിലൊക്കെ ഫെമിനിസം എന്ന് പറഞ്ഞാൽ ബോറ് എന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞേക്കാം. പക്ഷെ നീ പഠിച്ച കാര്യങ്ങളൊക്കെ ഒരു കൂൾ ചർച്ചയാക്കി മാറ്റി. പിന്നെ എനിക്ക് ഇതിനൊക്കെയല്ലേ സമയം എന്ന് പറയുന്നവരോട് ബ്രോ, ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു 5 മിനിറ്റ് മതി. ഓക്കെ, ഇതൊക്കെയാണ് ഫെമിനിസത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. എന്താണ് ഫെമിനിസം, എന്തല്ല ഫെമിനിസം, അതിൻ്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററി, മിത്ത് ബസ്റ്റിംഗ്, പാരമ്പര്യം, പിന്നെ അതിൻ്റെ പ്രസക്തി, പിന്നെ കുറച്ച് ടിപ്പ്. ഓക്കെ, നമ്മൾ ഇത്രയും നേരം ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് സംസാരിച്ചത്? നമുക്ക് ഫെമിനിസം എന്ന് പറയുന്നത് ഒരു ട്രെൻഡല്ല, ഒരു വിവാദ വിഷയവും അല്ല. അത് തുല്യതയാണ്, നീതിയാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാ ലിംഗങ്ങൾക്കും സ്വന്തം ജീവിതത്തിൽ സ്വന്തം വഴിയിൽ ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. നമ്മുടെ സഹോദരിമാര് അവർക്കൊരു ഡോക്ടർ ആവണമെന്ന് ആഗ്രഹം പറയുമ്പോൾ അത് പെൺകുട്ടികൾക്ക് പറഞ്ഞ പണിയല്ല എന്ന് അവൾ കേൾക്കേണ്ടി വരരുത്. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ എനിക്കൊരു ഷെഫ് ആവണമെന്ന് പറയുമ്പോൾ നീ ഒരാണായിട്ട് എന്താ അടുക്കളപ്പണി എടുക്കാൻ പോവുകയാണോ എന്ന് പറഞ്ഞ് ആരും അവനെ കളിയാക്കരുത്. ചില അങ്കിൾസും ആൻറ്റിമാരും ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പിലിരുന്നിട്ട് നിന്റെ സ്ഥാനം ഇവിടെ മാത്രമാണെന്നുള്ള ലെക്ചറൊക്കെ അടിച്ചുകൊണ്ടേയിരിക്കും. ഫെമിനിസം അവർക്കൊരു നോ താങ്ക്സ് സ്റ്റിക്കർ അയച്ചുകൊണ്ട് പറയുന്നു നിങ്ങളുടെ റൂൾ ബുക്കൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ്. അപ്പോൾ ഈ ജേണിയിൽ എന്താണ് നിങ്ങളുടെ റോൾ? ഒരു സൂപ്പർ ഹീറോ കോസ്റ്റ്യൂം വേണ്ട, മാർച്ച് വേണ്ട, ഒരു മൈക്ക് വേണ്ട. നിങ്ങളുടെ വീട്ടുജോലികളൊന്ന് പരസ്പരം ഷെയർ ചെയ്യൂ. നിങ്ങളുടെ ഓഫീസിൽ തെറ്റിനെതിരെ ഒരു ശബ്ദം ഉയർത്തൂ. നിങ്ങളുടെ കൂട്ടുകാരെ അവരുടെ സ്വപ്നങ്ങളുടെ പിന്നാലെ പോകാൻ പ്രോത്സാഹിപ്പിക്കും. പെൺകുട്ടികൾക്ക് ഇതൊന്നും പറ്റില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടെ വേൾഡ് എന്താ വല്ല 90s കുടുങ്ങിപ്പോയതാണോ എന്നൊരു കൗണ്ടർ വെക്കും. ഞാനൊരു ആക്ടിവിസ്റ്റ് അല്ലല്ലോ എന്ന് വിചാരിക്കുന്നവരോട് നിന്റെ ഒരു എക്സ്പോസ്, ഒരു കമന്റ്, നിന്റെ ഐഡിയ കിടുവാണ് എന്നൊരു പ്രോത്സാഹനം, ഇതൊക്കെ ഫെമിനിസം ആണ്. ഫെമിനിസം ഒരു ലക്ഷ്യസ്ഥാനമല്ല, അതൊരു യാത്രയാണ്. 2025 നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ, ഓൺലൈൻ ലോകത്ത് എല്ലാവർക്കും തുല്യതയുള്ളൊരു ലോകം കെട്ടിപ്പടുക്കാൻ നിന്റെ ഒരു ചെറിയ ചുവട് മതി. ശരി, ഇനി പറയൂ, ഫെമിനിസം എന്ന് കേട്ടാൽ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നത്? താഴെ കമൻറ്റ് ബോക്സ് റെഡിയാണ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഇൻ ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഇഷ്ടപ്പെടാത്തവർക്ക് യു ക്യാൻ ഡിസ്ലൈക്ക്. ആൻഡ് ഡിസ്ലൈക്ക് ചെയ്യുന്നവർ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ എന്തായാലും നിങ്ങളെ വീണ്ടും മറ്റൊരു വീഡിയോയിൽ സന്ധിക്കുമ്പോഴേക്കും ദിസ് ഇസ് ആഷിഖ് റഹ്മാൻ സൈനിങ് ഓഫ്. ബി ബ്രേവ്, കീപ് സ്മൈൽ, ഹാവ് എ ഹാപ്പി ഡേ. സി യ.